പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠന സിദ്ധാന്തങ്ങൾ. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ വിരളമാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പഠന സിദ്ധാന്തങ്ങൾ. പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ധാരാളം പേഴ്സ്പെക്റ്റീവ്സ് നമുക്ക് കാണാൻ സാധിക്കും. വ്യവഹാരവാദമുണ്ട്, ബിഹേവിയറിസം, വൈജ്ഞാനിക സിദ്ധാന്തവാദമുണ്ട്, കോഗ്നിറ്റീവ് തിയറീസ്, അതുപോലെ സാമൂഹിക സിദ്ധാന്തങ്ങൾ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ഇങ്ങനെയുള്ള ധാരാളം അപ്രോച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ആദ്യം ഉടലെടുത്ത ഒരു അപ്രോച്ചാണ് ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം എന്താണ് പഠനം, എന്താണ് ലേണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു വ്യക്തിയുടെ ഭാവി ജീവിതത്തിലേക്ക് ആവശ്യമായ അറിവ്, വിവേകം, നൈപുണ്യം എന്നിവ ആർജിച്ചെടുക്കുന്ന പ്രക്രിയയാണ് പഠനം. ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ, വിവേകം, നൈപുണ്യം എന്നിവ ആ വ്യക്തി ആർജിച്ചെടുക്കുന്ന പ്രക്രിയയെ നമുക്ക് പഠനമെന്ന് പറയാം. ശരിയാണല്ലോ? അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാക്കൾ പറയുന്ന ഒരു നിർവചനം, ഒരു വ്യക്തിയുടെ അനുഭവം കൊണ്ട് ആ വ്യക്തിയുടെ വ്യവഹാരത്തിൽ വരുന്ന മാറ്റത്തെയാണ് ലേണിംഗ് പഠനം എന്നാണ് അവർ പറയുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവം കൊണ്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, അതിനെയാണ് പഠനം എന്ന് പറയുന്നത് എന്നാണ് ഈ വ്യവഹാരവാദികൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർവചനമെന്ന് പറയുന്നത്. ഇനി പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് നോക്കുന്നത്. ആദ്യം വൈയക്തിക ചരങ്ങൾ. വൈയക്തിക ചരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ വേരിയബിൾസ്, ഓരോ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജെൻഡർ, ലിംഗഭേദം, ആണാവോ പെണ്ണാവോ. അപ്പോൾ ആണിന് നമ്മുടെ സൊസൈറ്റിയിൽ, ചില സൊസൈറ്റികളിൽ പഠിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലിംഗഭേദം അല്ലെങ്കിൽ ചില സൊസൈറ്റിയിൽ പെൺകുട്ടികൾക്ക് ആയിരിക്കും പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ ലിംഗഭേദം ഒരു ഘടകമാണ്. ഒരാളുടെ പ്രായം ഘടകമാണ്. കാരണം LAD നമ്മൾ പറഞ്ഞിരുന്നു, ലേണിംഗ് അക്വിസിഷൻ ഡിവൈസ്. ഇത് വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ വരുന്നത്. അപ്പോൾ പ്രായം കൂടുന്തോറും LADയുടെ കാര്യക്ഷമത കുറയുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രായം, അതുപോലെ ഒരു വ്യക്തിയുടെ ലിംഗഭേദം, ആ വ്യക്തിക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള അറിവുകൾ, അതുപോലെ ആ വ്യക്തിയുടെ കായികക്ഷമത എന്നിവയെല്ലാം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ വൈയക്തിക ചരങ്ങളിൽ ഇതെല്ലാം വരും. പ്രായം വരും, മുൻ അനുഭവങ്ങൾ വരും, ജെൻഡർ വരും, ഇതൊക്കെ വരും. അതുപോലെ അടുത്തതാണ് പാഠ്യചര്യങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതെങ്ങനെയാണ്, ആ മെറ്റീരിയൽസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുപോലെ പഠനതന്ത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ലേണിംഗ് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, ചിലത് കണ്ടു പഠിക്കും, ചിലത് തൊട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളാണ് പഠനതന്ത്രങ്ങളിൽ വരുന്നത്. അപ്പോൾ ഈ 3 ഘടകങ്ങളാണ് വൈയക്തിക ചരങ്ങൾ, ഇൻഡിവിജ്വൽ വേരിയബിൾ, പാഠ്യചരങ്ങൾ, ടാസ്ക് വേരിയബിൾ, അതുപോലെ പഠനതന്ത്ര ചരങ്ങൾ എന്ന് പറയുന്ന മെത്തേഡ്സ്. ഇതെല്ലാം ഒരു വ്യക്തിയുടെ പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്രയുമാണ് അതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് വ്യത്യസ്ത പഠന സിദ്ധാന്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? വ്യവഹാരവാദം, ആദ്യം ഉടലെടുത്ത ഒരു വാദമാണ് വ്യവഹാരവാദം. പിന്നെ വൈജ്ഞാനിക സിദ്ധാന്തമുണ്ട്, സാമൂഹിക സിദ്ധാന്തം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ഇങ്ങനെയുള്ള ധാരാളം വാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യവഹാരവാദം, ബിഹേവിയറിസത്തെക്കുറിച്ചാണ് പറയുന്നത്. ബിഹേവിയറിസം പറയുന്നത് എല്ലാ മാനസിക പ്രവർത്തനങ്ങളും, പഠനം ഉൾപ്പെടെയുള്ള എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ഒരു ചോദകമാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നതാണ് ബിഹേവിയറിസം. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു സ്റ്റിമുലസ് ഉണ്ടാവണം. ആ സ്റ്റിമുലസിൽ നിന്നാണ് റെസ്പോൺസ് ഉണ്ടാവുന്നത്.
ഒരു ചോദകത്തിൽ നിന്നാണ് ഒരു പ്രതികരണം ഉണ്ടാവുന്നത് എന്ന് പറയുന്ന ഒരു വാദമാണ് വ്യവഹാരവാദം. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ഒരു ചോദകമാണ് എന്നാണ് ബിഹേവിയറിസ്റ്റ് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വ്യവഹാരവാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാവുന്ന ഉപജ്ഞാതാക്കളാണ് JB വാട്സൺ, പാവ്ലോ, ടൊണ്ടേക്ക്, സ്കിന്നർ, സിഹൽ ഹാൾ എന്നിവരൊക്കെയാണ് ബിഹേവിയറിസത്തിൻ്റെ വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാക്കളാക്കി നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പഠനം നടത്തുന്ന വ്യക്തിയാണ് പാവ്ലോ. 1904 ഇതുമായി ബന്ധപ്പെട്ട പഠനവുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പാവ്ലോ നടത്തുന്നു. 1904 അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 1924 JB വാട്സൺ ഒരു പുസ്തകം എഴുതി. അതിൻ്റെ പേരാണ് ബിഹേവിയറിസം. അപ്പോൾ 1904 പാവ്ലോ കുറച്ച് പരീക്ഷണവും കാര്യങ്ങളൊക്കെ നടത്തി. അതിൻ്റെ അടിസ്ഥാനം അത് പഠിച്ചിട്ടും അത് കേട്ടിട്ടുമൊക്കെ 1924 JB വാട്സൺ ഒരു പുതിയ പുസ്തകം എഴുതി. അതിൻ്റെ പേരാണ് ബിഹേവിയറിസം. ഈ ബിഹേവിയറിസം പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ടൊണ്ടേക്ക് ധാരാളം പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ അദ്ദേഹം കുറച്ച് നിയമങ്ങളൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചു. അങ്ങനെ പിന്നീട് വരുന്ന ഒരു വ്യക്തിയാണ്, വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ടൊണ്ടേക്കിനെ നമ്മൾ ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ടൊണ്ടേക്കാണ്. അതിനുശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട വ്യവഹാരവാദിയാണ് സ്കിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവർ പഠനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു വ്യൂ എന്താണെന്ന് നോക്കാം. ഇവർ പറയുന്നു, പഠനം മനുഷ്യനിലും ജീവികളിലും ഒരുപോലെയാണ് നടക്കുന്നത്, അതിൽ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. പഠനം എന്ന് പറയുന്നത് മനുഷ്യനിലും ജീവികളിലും ഒരുപോലെയാണ് നടക്കുന്നത്. കാരണം ഇവർ നടത്തിയിട്ടുള്ള പരീക്ഷണം 1 പൂച്ചയാണ്, 2 നായയാണ്. ഇത് രണ്ടും ജീവികളിൽ നടത്തിയിട്ടുള്ളതാണ്. അത് പിന്നീട് ഇങ്ങനെ തന്നെയാണ് മനുഷ്യനിലും നടക്കുന്നത് എന്ന് അവർ ജനറലൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പഠനം എന്ന് പറയുന്ന പ്രക്രിയ മനുഷ്യനും ജീവികളിലും ഒരുപോലെയാണ് നടക്കുന്നത് എന്നാണ് വ്യവഹാരവാദികൾ അവകാശപ്പെടുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ബുദ്ധി ഒന്നുമില്ലാതെയാണ്, ഒരു എംപ്റ്റി വെസലായിട്ടാണ് വരുന്നത്. അത് പിന്നീട് നിറക്കുന്നതാണ്. ഈ പഠനം അതുപോലെ വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ നിറക്കുന്നതാണ്. ബുദ്ധി എംപ്റ്റി വെസലായിട്ടാണ്, ഒന്നുമില്ലാതെയാണ് ജനിക്കുന്നത് എന്ന് പറയുന്നതാണ് വ്യവഹാരവാദികൾ. അപ്പോൾ JB വാട്സൺ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് നല്ല ആരോഗ്യമുള്ള കുട്ടികളെ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ കുട്ടിയെ ആക്കേണ്ടത് അതുപോലെ ഞാൻ ആക്കിത്തരാം. അത് എംപ്റ്റി വെസലാണ്. അപ്പോൾ ഒരു കള്ളത്തരം നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ വലിയൊരു കള്ളനായിട്ട് തീരും. നല്ല അറിവും കാര്യങ്ങളും കൊടുത്ത് ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ ടീച്ചറായിട്ടോ ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് JB വാട്സൺ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു എംപ്റ്റി വെസലായിട്ടാണ് അത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരു 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫിലോസഫർ, അദ്ദേഹം ഈ കോൺസെപ്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു എംപ്റ്റി വെസലായിട്ടാണ് വരുന്നത് എന്നാണ് അദ്ദേഹവും പറയുന്നത്. അതുപോലെ ഒരു പഠനം നടക്കുന്നത് പ്രബലനം ഉണ്ടാകുമ്പോൾ, ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് പഠനം വേഗത്തിലാകുന്നത് എന്നാണ് ഈ ബിഹേവിയറിസ്റ്റുകൾ, വ്യവഹാരവാദികൾ വിശ്വസിക്കുന്നത്. അതുപോലെ പഠനം നമ്മുടെ സ്വഭാവത്തെ, വ്യവഹാരത്തെ സ്വാധീനിക്കുന്നു എന്നും ബിഹേവിയറിസ്റ്റുകൾ പറയുന്നു. അപ്പോൾ 4 കാര്യങ്ങൾ. 1, പഠനം മനുഷ്യരിലും ജീവികളിലും ഒരുപോലെ തന്നെയാണ്. മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒന്നുമില്ലാതെയാണ്, പിന്നീട് അത് നിറക്കുന്നതാണ് എന്നും, ഒരു ഫോഴ്സ് ഉണ്ടാകുമ്പോൾ, ഒരു പ്രബലനം ഉണ്ടാകുമ്പോൾ പഠനം വേഗത്തിലാകുമെന്നും, പഠനം നമ്മുടെ ബിഹേവിയറിനെ, വ്യവഹാരത്തെ സ്വാധീനിക്കുന്നുമെന്നും വിശ്വസിക്കുന്ന ആളുകളാണ് ബിഹേവിയറിസ്റ്റുകൾ അല്ലെങ്കിൽ വ്യവഹാരവാദികൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് എഡ്വേർഡ് ടൊണ്ടേക്ക്. എഡ്വേർഡ് ടൊണ്ടേക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ പഠന സിദ്ധാന്തം പരാജയ സിദ്ധാന്തം, ട്രയൽ എറർ തിയറി എന്നൊക്കെ പറയും. പരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ബന്ധ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നത്, ബോണ്ട് തിയറി, പരാജയ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് എഡ്വേർഡ് ടൊണ്ടേക്കിൻ്റെ പഠന സിദ്ധാന്തമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട്
ആ തെറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ട് അത് തിരുത്തി പഠന ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് ഈ ശ്രമപരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഒരു വ്യക്തി പഠിക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ തെറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് ആ വ്യക്തി പിന്നീട് ശരിയായിട്ടുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് പഠനം സാധ്യമാക്കുന്നത് എന്നാണ് എഡ്വേർഡ് തൊണ്ടേഗ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണം ഒരു പൂച്ചയിലാണ്. പ്രശ്നപേടകത്തിൽ അടച്ചിട്ടുള്ള ഒരു പൂച്ചയിലാണ് അദ്ദേഹം ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇതുമായി വിശദീകരണം വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാവും. ഇതാ ഇങ്ങനെ നിങ്ങൾ കാണുന്ന ഒരു പേടകം, ഇതുപോലുള്ള ഒരു പേടകത്തിലായിരുന്നു തൊണ്ടേഗ് തൻ്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഒരു പൂച്ചയെ അദ്ദേഹം ഒരു പേടകത്തിൽ ഇങ്ങനെയുള്ള ഒരു ബോക്സിൽ ഇട്ടിട്ട് അതിൻ്റെ വെളിയിൽ കുറച്ച് മത്സ്യം വെച്ച് കൊടുത്തു. മത്സ്യം തീർച്ചയായിട്ടും പൂച്ചയ്ക്ക് ലഭിക്കണമെന്നുള്ള ഒരു സ്റ്റിമുലസ്, ഒരു ചോദകമുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഈ മത്സ്യത്തിൻ്റെ ഗന്ധം പൂച്ചയ്ക്കൊരു സ്വാഭാവികമായ സ്റ്റിമുലസ് ആണ്, ചോദകമാണ്. അപ്പോൾ ഈ മത്സ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പൂച്ച പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആദ്യം ആ കമ്പിൻ്റെ പുറത്തേക്ക് കൈയിട്ട് നോക്കി, പക്ഷേ കിട്ടുന്നില്ല. ഒരുപാട് ട്രൈ നടത്തി നോക്കി, പക്ഷേ എല്ലാം പൂച്ച പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട പൂച്ച വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ പിന്നീട് ഈ ലിവറിൽ കൈ തട്ടുകയും ഈ ലിവർ തൊട്ട സമയത്ത് ഈ ഒരു വാതിൽ തുറക്കുകയും പൂച്ചയ്ക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ദീർഘമായിട്ടുള്ള ഒരു ട്രയൽ ആൻഡ് എറർ ശ്രമം നടത്തി കഴിഞ്ഞ് പരാജയപ്പെട്ട് ആ പരാജയത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പൂച്ച പിന്നീട് വിജയിക്കുന്നത്. അങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്ന് പറയുന്നതാണ് ഈ നമ്മുടെ എഡ്വേർഡ് തൊണ്ടേഗിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആ പൂച്ച പുറത്തേക്ക് വന്നു, മത്സ്യം കഴിച്ചു. വീണ്ടും ഇതേ പ്രക്രിയ തൊണ്ടേഗ് ആവർത്തിച്ചു. ഇങ്ങനെ പൂച്ചയെ പ്രശ്നപേടകത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു, മത്സ്യം വെച്ച് കൊടുത്തു. വീണ്ടും പൂച്ച ഇത് ചെയ്തു. അങ്ങനെ 3-4 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി പൂച്ച കൂട്ടിനുള്ളിൽ നിന്ന് പുറത്ത് വരാനെടുക്കുന്ന സമയം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പഠനം വേഗത്തിലാവുന്നുണ്ട് എന്ന് അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം ചില പഠന നിയമങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടത്. തൊണ്ടേഗ് ആവിഷ്കരിച്ചിട്ടുള്ള പഠന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തത് സന്നദ്ധ നിയമം, ലോ ഓഫ് റെഡിനെസ്. രണ്ടാമത്തെ നിയമം ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്. മൂന്നാമത്തത് അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാം. ആദ്യം സന്നദ്ധ നിയമം. ഒരു വ്യക്തി പഠിക്കുന്ന സമയത്ത് അദ്ദേഹം റെഡി ആയിരിക്കണം, സന്നദ്ധനായിരിക്കണം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ട്, ആ ഒരു വ്യക്തി ഫിസിക്കലി ശാരീരികമായിട്ട് സന്നദ്ധനായിരിക്കണം. ഒരു വ്യക്തിക്ക് അസുഖവും കാര്യവും ഉണ്ടാകുന്ന സമയത്ത് പഠനം സാധ്യമാകാൻ സാധ്യത കുറവാണ് എന്നാണ് തൊണ്ടേഗ് അഭിപ്രായപ്പെടുന്നത്. അപ്പം പഠനത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഫിസിക്കലി ശാരീരികമായിട്ട് സന്നദ്ധനായിരിക്കണം. അതുമാത്രമല്ല, അതുപോലെ കോഗ്നിറ്റീവായിട്ടും, അതായത് ബുദ്ധിപരമായിട്ട് ആ വ്യക്തി സന്നദ്ധനായിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു PT പീരീഡ് സാർ വരാത്ത സമയത്ത് നമ്മൾ മാത്തമാറ്റിക്സ് പോയി പഠിപ്പിക്കുന്നു. ആ സമയത്ത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ബുദ്ധിപരമായിട്ട് അവൻ ചിന്തിക്കുന്നത് ഗ്രൗണ്ടിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും കളികളെക്കുറിച്ചുമാണ്. തീർച്ചയായിട്ടും ആ സമയത്ത് ആ കുട്ടിയിൽ പഠനം നടക്കുന്നതല്ല. അപ്പോൾ ശാരീരികപരമായിട്ടും ബുദ്ധിപരമായിട്ടും ഒരു വ്യക്തി റെഡി ആയിരിക്കണം, സന്നദ്ധനായിരിക്കണം. മൂന്നാമതായിട്ട് സോഷ്യലി, സാമൂഹികപരമായിട്ട് ആ വ്യക്തി സന്നദ്ധനായിരിക്കണം. ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പഠിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, സോഷ്യലി ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പഠനം സാധ്യമാകും. അതുപോലെ ഇമോഷണലി, വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും വഴക്ക് പറയുന്നു. അപ്പോൾ വൈകാരികപരമായിട്ട്
ആ വ്യക്തി സന്നദ്ധനല്ലെങ്കിലും ആ വ്യക്തിയിൽ പഠനം സാധ്യമല്ല എന്നാണ് തൊണ്ടേഗു ഈ സന്നദ്ധ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികപരമായി, ബുദ്ധിപരമായി, സാമൂഹികപരമായി, വൈകാരികപരമായി ഒരു വ്യക്തി സന്നദ്ധനായാൽ മാത്രമേ ആ വ്യക്തിക്ക് പഠനം സാധ്യമാകൂ എന്നാണ് ഈ സന്നദ്ധ നിയമത്തിൽ പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിയമമാണ് പഠനവുമായി ബന്ധപ്പെട്ട് അഭ്യാസ നിയമം. ഒരു സംഭവം നമ്മൾ വീണ്ടും വീണ്ടും നിരന്തരമായി ചെയ്യുമ്പോൾ പഠനം വേഗത്തിലാകുമെന്ന് തൊണ്ടേഗു അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് പഠനത്തെ വേഗത്തിലാക്കുമെന്ന് തൊണ്ടേഗു അഭിപ്രായപ്പെടുന്നു. ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മറന്നു പോകാനും, അതുപോലെ അത് പഠനത്തെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് മറവിയിലേക്ക് പോകുമെന്നാണ് ഈ അഭ്യാസ നിയമം കൊണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മൾ അഭ്യസിക്കുന്നുവോ, എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുവോ അത്രത്തോളം പഠനം വേഗത്തിലാകുമെന്നാണ് ഈ ഒരു നിയമം പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, വായിക്കുന്നുവോ, നിരന്തരം നമ്മൾ ആവർത്തിക്കുന്നുവോ നമുക്കത് എത്രത്തോളം സുഗമമാവും. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ചെയ്തു പഠിക്കുന്നുവോ അത്രത്തോളം നമുക്ക് സുഗമമായിട്ട് നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, പഠനം എന്ന പ്രോസസ്സ് സുഗമമായി മാറുമെന്നാണ് ഈ അഭ്യാസ നിയമം കൊണ്ട് തൊണ്ടേഗു പറയുന്നത്. മൂന്നാമത്തേതാണ് ഫല നിയമം. ഫല നിയമത്തിന് 2 ഭാഗങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റിവാർഡ്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം ലഭിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുകയാണ്, ഇത് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യാം. അപ്പോൾ ഒരു കുട്ടി നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അധ്യാപകൻ ഒരു സമ്മാനം കൊടുക്കുന്നു, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൊടുക്കുന്നു, റിവാർഡ് കൊടുക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി വീണ്ടും വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ കുട്ടിക്ക് കിട്ടിയത് നല്ലൊരു ഫലമാണ്. ഇനി നേരെ ഓപ്പോസിറ്റ്, ഒരു കുട്ടി ഒരു കാര്യം ചെയ്ത സമയത്ത് ഒരു ഉത്തരം പറയാത്ത സമയത്ത് അധ്യാപകൻ പണിഷ്മെൻ്റ് കൊടുക്കുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യം കൊടുക്കുന്നു. അപ്പോൾ കുട്ടി മനസ്സിലാക്കുകയാണ്, ഇത് ഞാൻ ചെയ്തത് മോശമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് പണിഷ്മെൻ്റ് കൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫലം വരുമ്പോൾ ഒരു കാര്യം ആവർത്തിക്കാതിരിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരു ലേണിംഗ്, അതിനെയാണ് ഫല നിയമം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഫല നിയമത്തിൽ 2 ഏരിയ ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. റിവാർഡ് ലഭിക്കുന്നത് പോസിറ്റീവും, പണിഷ്മെൻറ്റ് ലഭിക്കുന്നത് നെഗറ്റീവുമാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ 3 നിയമങ്ങളാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് എഡ്വേർഡ് തൊണ്ടേഗു ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് സന്നദ്ധ നിയമം, രണ്ടാമത്തത് അഭ്യാസ നിയമം, മൂന്നാമത്തത് ഫല നിയമം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല നമസ്കാരം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.